ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ കഴിവുള്ളവർക്ക് യഥാർത്ഥത്തിൽ കുറവില്ല. സൗന്ദര്യം, ആരോഗ്യം, പണം ഇതുള്ളവർക്കും നമ്മുടെ നാട്ടിൽ കുറവില്ല. പല ആളുകൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാര്യം, ഏത് കാര്യം ചെയ്യുന്നതിന് ഒരു റൂട്ട് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. ഈ റൂട്ട് അറിയാതെ പോകുന്നതാണ്. ഈ സിനിമ എന്നല്ല, അതൊരു ബിസിനസ് സ്ഥാപനമായാലും എന്തിലായാലും ഒരു കാര്യം ചെയ്ത് സക്സസ്ഫുൾ ആവാത്തതിൻ്റെ ഒരേ ഒരു കാരണം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, അയാൾ ആ റൂട്ടിലല്ല ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്ത്രീ ആ റൂട്ടിലല്ല ചെയ്തിരിക്കുന്നത്. പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ് ഒക്കെ എത്തിയ സമയത്ത് തന്നെ എൻ്റെ അച്ഛൻ എനിക്ക് ഈ PSCയുടെ ഒക്കെ ബുക്ക് തരുമായിരുന്നു. ഈ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്തിനാ PSC എന്ന് ഞാൻ ആലോചിച്ചു. അച്ഛനോട് പറഞ്ഞ കാര്യം, ഒരു വ്യക്തിക്ക് സർക്കാർ ജോലിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ +2 കിട്ടി, ഡിഗ്രിക്ക് എത്ര മാർക്ക് കിട്ടി, മാസ്റ്റർ ഡിഗ്രിക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് നോക്കിയിട്ടല്ല ആ വ്യക്തിക്ക് ജോലി കിട്ടുന്നത്. ഇപ്പം തന്നെ നീറ്റിൻ്റെ എക്സാമിന് നല്ല മാർക്ക് കിട്ടിയാലേ മെഡിക്കൽ, അല്ലാതെ എനിക്ക് +2 കുറേ മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസിന്, അല്ലെങ്കിൽ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ എൻട്രൻസ് എക്സാമാണ് ശരിക്കും പ്രധാനം. അക്കാഡമിക് എന്ന് പറയുന്നത് ആ ബേസിക് മാർക്ക് വാങ്ങിച്ചാലും മതി. 55% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നീറ്റ് എഴുതാൻ പറ്റൂ, അല്ലെങ്കിൽ എന്നെ എക്സാം എഴുതാൻ പറ്റുമെങ്കിൽ ആ മാർക്ക് മതി. അതിൽ കൂടുതൽ കിട്ടുന്നത് നല്ലതാണ്. അതാണ് റൂട്ട്. ദാറ്റ് ഈസ് PSCക്ക് വേണ്ടി കോച്ചിങ് നടത്തുക എന്നുള്ളതാണ് ജോലിയുടെ കാര്യത്തിൽ റൂട്ട് എന്ന് പറയുന്നത്. പക്ഷെ പല ആളുകളും മറ്റേ കുട്ടിയേക്കാൾ കൂടുതൽ മാർക്ക് എങ്ങനെ ഉണ്ടാക്കാം, ഏറ്റവും കൂടുതൽ A+ എങ്ങനെ ഉണ്ടാക്കാം, അയ്യോ എനിക്ക് ഒരു A+ കുറഞ്ഞതെന്ന് കരഞ്ഞെടുക്കുക, ഇതൊന്നുമല്ല. ഇനിയിപ്പോൾ നല്ല മാർക്ക് തന്നെ ഉണ്ട്, സർക്കാർ ജോലി ഒന്നുമല്ല. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു 80 കുട്ടികളോ 45 കുട്ടികളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. ആ കുട്ടികളെ ഒതുക്കാനുള്ള കഴിവ് വേണം. ഒരു ടീച്ചിങ് പ്രൊഫഷന് വേണ്ട എന്താണ്, ആ കുട്ടികളെ ഒതുക്കാനുള്ള കഴിവ് വേണം. അല്ലെങ്കിൽ പിന്നെ PSC കിട്ടിയാണെങ്കിൽ പിന്നെ കുട്ടികൾ ഒതുങ്ങിയേ പറ്റുമോ, വേറെ വിഷയം. അപ്പം നിങ്ങളൊരു നല്ല അധ്യാപകനാണെന്ന് കുട്ടികൾ പറയണമെങ്കിൽ കുട്ടികളെ ഒതുക്കാനുള്ള കഴിവാണ്. അത് നിങ്ങൾക്ക് മാർക്ക് കാര്യമില്ല, അത് നിങ്ങളുടെ ജനറൽ നോളജ്, നിങ്ങളുടെ സ്മാർട്ട്നെസ്സുമാണ്. സോ റൂട്ടാണ് പ്രധാനം. സന്തോഷ് പണ്ഡിറ്റ് വന്ന അന്ന് മുതൽ ഞാൻ ആ റൂട്ട് നോക്കിയാണ് എല്ലാ കാര്യവും ചെയ്തിരുന്നത്. ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അതിനെ കൃത്യമായി മാർക്കറ്റിംഗ് ചെയ്യണം. ഈ മാർക്കറ്റിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പല സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് മലയാള സിനിമയിലൊക്കെ തന്നെയും ശരിക്കും മാർക്കറ്റിംഗ് വളരെ അബദ്ധമാണെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഒരു പരമ്പരാഗതമായി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കുറച്ച് പത്രങ്ങളിലും കുറച്ച് പരസ്യം ചെയ്യാം, കുറേ പോസ്റ്റർ ഒട്ടിക്കുക, കുറേ ഫ്ലക്സ് വെക്കുക. യഥാർത്ഥത്തിൽ ഇതല്ല മാർക്കറ്റിംഗ്. ഇത് ഒരു ബേസിക്കായി എല്ലാവരും ചെയ്യേണ്ട സാധനങ്ങൾ മാത്രമാണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇതേ അല്ല, അത് കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട സാധനങ്ങളാണ്. ഞാൻ തുടക്കം മുതലേ ചെയ്തത് മാർക്കറ്റിംഗ് ആണ്. അപ്പം അതുകൊണ്ട് അതേപോലെ പ്രൊഫഷണലിസം, പല ജോലികളും പല ആളുകളും പ്രൊഫഷണലായിട്ടല്ല ചെയ്യുന്നത്, അങ്ങ് ചെയ്യുന്നു. എല്ലാവരും അമ്മയുടെ വയറ്റിനിറങ്ങിയവരെല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ വരുന്നത്. പക്ഷേ സമാനമായ ജോലികൾ ചെയ്ത ആളുകളോട് ഏട്ടാ ഇതെങ്ങനെയാണ് നമുക്കതൊന്ന് ഇതാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നിലുള്ള ഐഡിയ എന്ത്, അത് നിങ്ങൾ ഇനി നാളെ ഒരു സ്ഥല വിൽപ്പനയുടെ ബ്രോക്കർ ആണെങ്കിൽ പോലും ഈ ടെക്നിക്ക് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ബ്രോക്കർ ആയതുകൊണ്ട് കാര്യമില്ല എന്ന് ഞാൻ പറയും. അപ്പം അതുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് ഒരേ സമയം കഴിവിനെ കുറിച്ച് മാത്രമല്ല ഒരല്പം ബുദ്ധിപരമായി കൂടി മാർക്കറ്റിംഗ് ചെയ്യാൻ പഠിച്ചതുകൊണ്ടാണ് 2011 വന്ന സന്തോഷ് പണ്ഡിറ്റിന് 2026 ഈ ഒരു പരിപാടിക്ക് നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തുവെങ്കിൽ അത് സന്തോഷ് പണ്ഡിറ്റിന്റെ വിജയമാണ്. 2015 സന്തോഷ് പണ്ഡിറ്റിനോടൊപ്പം 120 സംവിധായകരും 155 പുതുമുഖങ്ങളായിട്ടുള്ള ആളുകളും വന്നിട്ടുണ്ട്. അതിൽ സന്തോഷ് പണ്ഡിറ്റ് അല്ലാത്ത ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങളിൽ ഒരാൾക്ക് പോലും പറ്റില്ല എന്ന് ഞാൻ പറയും. 2011 ഫ്രഷായിട്ട് അരങ്ങേറിയ ഒരാളുടെ പേര് നിങ്ങളയാളെ വിളിച്ചോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അവർ മോശമാണെന്നോ ഒന്നും അർത്ഥം വരുന്നില്ല. പലരും റൂട്ടിലല്ല ചെയ്തു, പലരും ചെയ്തിരുന്നു. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഞാനൊരു ഗ്രാമത്തിലാണ് നിൽക്കുന്നത്. അപ്പം അധികം ആളും ഈ റെയിൽവേ ട്രെയിനിലൊന്നും അങ്ങനെ പോകാറില്ല. അപ്പോൾ പെട്ടെന്ന് ഒരാൾക്കൊരു അത്യാവശ്യമായിട്ടൊരു എറണാകുളം പോകണം. അപ്പം നമ്മൾ ഞാൻ അങ്ങേരോട് പറഞ്ഞു നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം ട്രെയിനാണ്. അപ്പം അങ്ങേര് എന്നോട് ചോദിക്കുകയാണ്, അല്ല ഈ ട്രെയിനിൽ എങ്ങനെയാണ് പോവുക? ഞാൻ പറഞ്ഞു ഇവിടുന്ന് കോഴിക്കോട് പോവാ, കോഴിക്കോട് നിന്ന്. അപ്പം എത്ര പൈസയാവും ചോദിച്ചു. ഞാൻ പറഞ്ഞു സാധാരണ KSRTC ഒക്കെ ആണെങ്കിൽ 260 ഒക്കെ ആവുമെങ്കിൽ ഇതിന് 75 റുപ്യ മതി. ഓ ഭയങ്കര ലാഭം. ഇയാൾ ഇതും കേട്ട് അതേപോലെ പോവാണ് കേട്ടോ. പക്ഷേ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലാവുന്നത് അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ചാലേ റെയിൽവേ സ്റ്റേഷനിൽ എത്തുള്ളൂ. അപ്പം ഇയാൾ പറയുന്നത് പറഞ്ഞു കൊടുത്ത സന്തോഷ് പണ്ഡിറ്റ് മര്യാദയ്ക്ക് പറഞ്ഞു കൊടുത്തില്ല. കാരണം ബസ് സ്റ്റാൻഡിൽ എത്തിയാൽ
റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ ഒരു ഓട്ടോറിക്ഷ വേണം എന്ന റൂട്ട് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു കൊടുത്തില്ല. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, അല്ലാണ്ട് അവിടുന്ന് ഇങ്ങനെ നടക്കാണ്ടെന്നൊന്നും ഒരാളുടെ പറയാൻ പറ്റില്ല. ഇയാൾ അവിടെ ചെല്ലുന്നു, ആ സമയത്ത് ഒരു ചിലപ്പോൾ ജനശതാബ്ദി ആയിരിക്കും, ചിലപ്പോൾ 140 രൂപ ചിലവാകും. പക്ഷേ 75 രൂപ എന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ 140 അപ്പോഴും അയാൾ പറയുന്നത് ഇയാൾ മര്യാദയ്ക്ക് പറഞ്ഞു തന്നില്ല. കാരണം ട്രെയിനിനെ കുറിച്ച് പറയുമ്പോൾ ഇയാൾ വളരെ ആധികാരികമായിട്ട് പറയണമായിരുന്നു, ട്രെയിനുകൾ പലതരം, എക്സ്പ്രസ് അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് ഇങ്ങനെയൊക്കെ പറയണം, ജനശതാബ്ദി ഉണ്ടെന്നൊക്കെ പറയണം. ഇങ്ങനെ അവിടെ 2 ട്രെയിൻ ഉണ്ടാകുമ്പോൾ ഇയാൾ ഒരു ട്രെയിനിൽ കയറി അവസാനം ഒരു 3.5 മണിക്കൂർ സഞ്ചരിച്ച് ഇയാൾ എത്തുന്നത് കാസർഗോഡാണ്. ഇയാൾ മംഗലാപുരം വണ്ടിയിലാണ് കയറിയത്. എറണാകുളം വണ്ടി അവിടെ ഉണ്ടെന്നിരിക്കെ ഇയാൾ ആരോടും ചോദിക്കുന്നില്ല, കാരണം 2 വണ്ടി അവിടെയുണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് പ്രായോഗിക ബുദ്ധി കൂടി ഉണ്ടെങ്കിൽ റൂട്ടിൽ റെഡി ആയെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ സമയം ചിലവാക്കുന്നുണ്ട്, പൈസ ചിലവാക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റിൽ നമ്മൾ എത്തും. അതുകൊണ്ട് എല്ലാവിധ ആശംസയും നേരുന്നു.